السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്യാപ്സ്യൂൾ പോലത്തെ ഒരു ഹദീസാണ് പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതിൽ താല്പര്യപ്പെടുകയാണെങ്കിൽ അവൻ അതിനെ ഭാഗഭാഗമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരെ നിസ്സാരവൽക്കരിക്കാതെ വീണ്ടും വീണ്ടും അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അവന് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുമെന്ന് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സലാസു ദഅവാത്തിൻ മുസ്തജാബുൽ ലഹുൻ ലാ ശക്ക ഫീഹിന്ന, 3 ആളുകളുടെ ദുആ സ്വീകരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഏതൊക്കെയാണ് ആ 3 ആളുകൾ? ദഅവത്തുൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ, ദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരൻ്റെ ദുആ, ദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കളെ അവരുടെ മക്കളുടെ മേലിൽ ദുആ ചെയ്യുന്ന ദുആ. ഇവരുടെ 3 ആളുകളുടെ ദുആ ചെയ്യുന്നതിൽ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്, ഒരു സംശയവുമില്ല. മഹാനായ ഹാഫിദ് ദഹബി എന്നിവർ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ നാട്ടിലുള്ള ഒരു ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ പോയി. ഖുർആൻ ഉസ്താദ് ഓതി കൊടുത്തിട്ട് ഖുർആൻ ക്ലിയറായിട്ട് ഓതാൻ കഴിയുന്നില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഇത്തിഖാനോടുകൂടി ഹിഫ്ളാക്കാൻ കഴിയുന്നില്ല. എത്ര ഉസ്താദ് ഖുർആൻ ഓതി കൊടുത്തിട്ടും ഖുർആൻ ഹിഫ്ളാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, കറക്റ്റ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറബി ഭാഷ പഠിക്കുന്ന, അറബി ഭാഷയുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് അറബി ഭാഷ പഠിക്കാൻ കഴിയുന്നില്ല. മഹാനായ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, നീ ഫാത്തിഹ ഓത് മോനെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫാത്തിഹ ഓതി കൊടുത്തു. ഫാത്തിഹയും ശരിക്ക് ക്ലിയറായിട്ട് ഓതാൻ കഴിയുന്നില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അവിടുന്ന് നിനക്ക് ഉമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതേ, എനിക്ക് ഉമ്മയുണ്ട് എന്ന് പറഞ്ഞു. നിന്റെ ഉമ്മാനോട് എനിക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിയുന്നില്ല, ഹിഫ്ളാക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ ഖുർആനിൻ്റെ അറബി ഭാഷയിൽ ക്ലിയറായിട്ട് അറബി ഭാഷ ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല എന്ന് നിന്റെ ഉമ്മാനോട് പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ പ്രാർത്ഥിച്ചു. ഉടനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലും അറബി ഭാഷയിലും വലിയ പാണ്ഡിത്യമുള്ള മഹാനായിട്ട് മാറി. നോക്കൂ നിങ്ങളെ, ഉമ്മാരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. ദുആ സ്വീകരിക്കുമെന്ന് ഉറപ്പോടു കൂടിയായിരിക്കണം നാം ദുആ ചെയ്യേണ്ടത്. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബതി വഅലമു അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബി ആഖിലിൻ ലാഹിൻ. ദുആ സ്വീകരിക്കുന്ന ഉറപ്പോട് കൂടിയിട്ടായിരിക്കണം നാം ദുആ ചെയ്യേണ്ടത്.
ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത മറ്റുള്ള ഏതൊരു രാജ്യത്തിലേക്കും മറ്റു തിന്മയിലേക്കും നമ്മുടെ ചിന്ത പോവരുത്. നമ്മൾ ദൈനംദിനം ഓതുന്ന ഹദ്ദാദിൽ പോലും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വ നഊദു ബിക മിൻ സുഖ്തിക വന്നാർ, ഈ ദുആ ചെയ്യുമ്പോൾ നമ്മളെ അത് കാര്യക്ഷമമെടുക്കാതെ അത് കാര്യമാക്കാതെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന എന്നുള്ള ദുആ അശ്രദ്ധമായിട്ട് നാം ചൊല്ലിപ്പോകുന്നു. നമ്മൾ ചിന്തിക്കാതെ ചൊല്ലിപ്പോകുന്നു. വലിയ പവറുള്ള ദുആ ആണ്. ഹദ്ദാദിൽ അശ്രദ്ധമാക്കി കാണുക, ദുആ ഓതിപ്പോകുന്നു, ചൊല്ലിപ്പോകുന്നു. അങ്ങനെ പല സ്ഥലത്തിലും ഹദീസുകളിലും ഒക്കെ ദുആ ഉണ്ട്. ആ ദുആകളൊക്കെ നാം കാര്യക്ഷമമായിട്ട് എടുക്കണം. അല്ലാഹു തആല നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ, ഖൽബ് മനസ്സറിഞ്ഞ് അള്ളാഹുവിൽ ദുആ ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക.